പണി കഴിഞ്ഞോ? കുറച്ചുകൂടെ ഉണ്ടമ്മേ. എന്നാ പിന്നെ വാ. ആ പാവത്തിന് നല്ല ഇടിയിടിച്ചല്ലേ. അവനെങ്ങാനും കേസ് കൊടുത്താ വക്കീലിന്റെ അവസ്ഥ എന്താവും? എടാ, നീ കളിക്കുന്ന വൃത്തിയിട്ട കളിയുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോ. നിന്നെ എന്റെ കൈ കിട്ടുന്നൊരു ദിവസം വരും. അന്ന് ഈ ചെയ്തതിനൊക്കെ നീ ഒരുപാട് അനുഭവിക്കും. അതിന് എന്നെ നിന്റെ കൈ കിട്ടിയിട്ട് വേണ്ടടാ മൊണ്ണ വക്കീലെ. ഞാൻ ജയിലിൽ കുറച്ച് ദിവസമേ കിടന്നിട്ടുള്ളൂ. പക്ഷേ ജയിലിൽ കിടന്ന് ഏതൊരാളും പറയും അതിനകത്ത് ചെലവഴിക്കുന്ന ഓരോ ദിവസവും നമുക്കോരോ വർഷമായിട്ട് തോന്നുമെന്ന്. അതിനുള്ളിൽ കിട്ടുന്ന തല്ലു ഉപദ്രവങ്ങൾക്കിടയിൽ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഞാൻ ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിനക്കെതിരെയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ മനസ്സിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയവും പകയോടുകൂടി ഉണ്ടാക്കിയ പ്ലാൻ ആയതുകൊണ്ട് അത് വർക്കാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എടാ, നിനക്കധികം നാളൊന്നും ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ പറ്റില്ല. എന്നെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിന്നെ ഞാനുണ്ടല്ലോ. നീ ഒരു ചുക്കും ചെയ്യില്ല. ഇനി ഓരോ നിമിഷവും ടെൻഷൻ അടിച്ച് മരിക്കൂടാ നീ. നീ അങ്ങനെ ഉരുകിത്തീരുന്നത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. അപ്പോഴേ എന്റെ പ്രതികാരം തീരൂ. അയ്യോ സോറി, അപ്പോഴും തീരില്ല. നീ കഴിഞ്ഞ ഗിരി, അത് കഴിഞ്ഞ മഞ്ജു, പിന്നെ ഏറ്റവും അവസാനം എന്റെ ചങ്ക്, എന്റെ കരള് മഹിമ. എല്ലാവരും എന്റെ ഇരകളാവും. നീ കാത്തിരുന്നോ.